പാറശാലയ്ക്കപ്പുറം ഇന്ത്യ മുന്നണി എന്ന പേരിലാണ് കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ മത്സരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഒരു ഫ്ലെക്സ് ബോർഡിൽ തന്നെ രാഹുലും അതോടൊപ്പം തന്നെ സ്റ്റാലിനും സീതാറാം യെച്ചൂരിയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ കാണാം. പക്ഷേ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ രസകരം എന്നത് ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തരൂർ BJP-യുടെ നിലപാടുള്ള ആളാണ് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ആരോപണം. പലസ്തീൻ, ബാബരി മസ്ജിദ് വിഷയങ്ങളിൽ ശശി തരൂരിന്റെ നിലപാടുകൾ ഇതാണ് വ്യക്തമാക്കുന്നത് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ആരോപണം. അതുകൊണ്ട് പറയുകയാണ്, നിർണായകമായ ഘട്ടം വന്നാൽ, തൂക്ക് പാർലമെന്റ് വന്നാൽ, ആ തൂക്ക് പാർലമെന്റിൽ എണ്ണം തികയ്ക്കാനായി BJP-ക്ക് MP-മാരെ വേണ്ടി വന്നാൽ, BJP-ക്ക് വേണ്ടി എണ്ണം തികയ്ക്കാനായി അങ്ങോട്ട് കൂറുമാറാത്തവരുണ്ടോ കോൺഗ്രസിൽ? ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ്, വർക്കിംഗ് കമ്മിറ്റി അംഗം അപ്പോഴും നിൽക്കുമോ? ഉറച്ച് കോൺഗ്രസിൽ നിൽക്കുമോ? ആശയപരമായി തന്നെ ആ സ്ഥാനാർത്ഥി, വർക്കിംഗ് കമ്മിറ്റി അംഗമായ ആ സ്ഥാനാർത്ഥി കോൺഗ്രസ് നിലപാടിനോട് പലപ്പോഴും യോജിക്കാത്ത, BJP നിലപാടിനോട് താല്പര്യം കാണിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാം ഞാൻ പറയുന്നില്ല, രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ബാബറി മസ്ജിദിനെ പറ്റി അദ്ദേഹം പറയുകയായിരുന്നു. ബാബറി മസ്ജിദ് എല്ലാ ആദരവോടും കൂടി അടിയോടെ എടുത്ത് വീണ്ടും ആദരപൂർവം മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന കാര്യം മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കേണ്ടതായിരുന്നു. ഈ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെതാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇതാണ് പുതിയ കോൺഗ്രസ്. ഈ നിലപാട് ഗാന്ധി നെഹ്റു മൂല്യങ്ങളുടെ നിലപാടല്ല.